വെൽക്കം ടു ഓൺലൈൻ ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ സെക്കൻഡ് ചാപ്റ്ററിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ. നമുക്ക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതി. ഈ വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സിംഗിൾ ചാർജിൻ്റെ. ഈ സിംഗിൾ ചാർജ് എവിടെ ഇരിക്കുന്നത് വെച്ചാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന സിംഗിൾ ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾവേസ് പാരലൽ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം എല്ലായിടത്തും ഒരേ കണക്കുള്ള ഇലക്ട്രിക് ഫീൽഡാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആരെയാണ്? സിംഗിൾ ചാർജ്. ഒരു സിംഗിൾ ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? ക്യാപിറ്റൽ ഇ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്കൊരു ക്യൂ എന്ന് പറയുന്ന ചാർജിനെ അല്ലെങ്കിൽ Q1 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യേണ്ട വർക്ക്. അപ്പോൾ വർക്ക് നമുക്കറിയാം. വർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണല്ലോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ് ആരെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് V of R എന്ന് എടുക്കാം. ആർ എന്ന് പറയുന്നതിന്റെ പൊസിഷനേ ഉള്ളൂ. അപ്പോൾ V of R ഇൻറ്റു എന്നാണ് V of R ഇൻറ്റു Q. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടും. ഈ വർക്കാണ് ആരായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് വൺ ചാർജസിൻ്റെയാണ് പറഞ്ഞത്. ഒരു ചാർജിൻ്റെ സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ചാർജ് കൊണ്ടുവരുന്നു. അപ്പോൾ ചാർജ് ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് ഇൻറ്റു Q1 ചാർജ് ആണെങ്കിൽ Q1, Q2 ആണെങ്കിൽ Q2. കൊണ്ടുവരുന്ന ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ, അവിടുത്തെ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അറിയാം, ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവരാൻ ആ വരുന്ന ചാർജിന് കൊടുക്കുന്ന ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ, ആ ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം സിംഗിൾ ചാർജിന്റെയാണ് പറഞ്ഞത്. ഓൺലി വൺ ചാർജ് പ്ലേസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണ് പറഞ്ഞത്. കാരണം ഞാൻ അത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സെഷനിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല, ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാം. അപ്പോൾ നമുക്ക് ഇനി 2 ചാർജുള്ള സിസ്റ്റം ആക്കാം. ഓക്കെ, അപ്പോൾ 2 ചാർജസ് ആണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. 2 ചാർജസ്. അപ്പോൾ 2 ചാർജസ് ഉണ്ട്. അപ്പോൾ 2 ചാർജസ് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ചാർജിനെ കൊണ്ടുവരുന്നത്. നമ്മൾ പഴയതുപോലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ എടുക്കുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. അപ്പോൾ നമുക്ക് ഇന്റൻസിറ്റി ഇ ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചാർജിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ചാർജ് കൊണ്ടുവരുന്നത് നമുക്ക് ഇങ്ങോട്ടാണ്. Q1 എന്ന് പറയുന്ന ചാർജാണ്. നമുക്ക് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, V of R1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് Q1 ഇൻറ്റു V of R1 ആണ്. നമ്മൾ അവിടുത്തെ എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതായതുകൊണ്ട് എനർജി അത് തന്നെ ആവും. എത്ര വരും? Q1 ഇൻറ്റു V of R1 എന്ന് തന്നെ എനർജി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ ചാർജിന്റെ അതേ തന്നെ സിംഗിൾ ചാർജ് ഒറ്റ ചാർജ് കൊണ്ടുവന്നു. ഇനി നമ്മൾ ആ Q1 നിന്ന് R12 ഡിസ്റ്റൻസ് അകലെ മറ്റൊരു ചാർജിനെ കൊണ്ടുവരുന്നു വിചാരിക്കാം. എവിടുന്നാ ഇതെല്ലാം കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ എന്തോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് അതിന്റെ കറണ്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എത്രമാത്രം എനർജി കൊടുക്കണം അല്ലെ, ആ എനർജി അല്ലെ വർക്ക് ചെയ്യണം. ആ വർക്കാണ് ഏത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് Q1 ൽ നിന്ന് R12 അകലെ നമ്മൾ R2 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് കൊണ്ടുവരുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ A എന്ന് എടുത്താൽ ഈ പൊസിഷൻ നമുക്ക് B എന്ന് എടുക്കാം. ഈ ബിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. ബിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രിക് ആരാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണല്ലോ. പൊട്ടൻഷ്യൽ അറ്റ് എവിടെയാണ്? അറ്റ് ബി. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ബി. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ബി നോക്കുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അത് V of R2 നമുക്ക് എഴുതാം. V of R2 എന്ന് എഴുതാം അല്ലെ, VR2 എന്ന് എഴുതാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എവിടുത്തെ? ബിയിലെ പൊട്ടൻഷ്യൽ. അതുകൂടാതെ നമ്മുടെ ഇവിടെ ഒരു ചാർജ് എടുപ്പില്ലേ, ആദ്യം കൊണ്ടുവന്ന ആളും ഇവിടെ ആദ്യം കൊണ്ടുവന്ന Q1നും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന Q1നും ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുകൊണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യലോട് ആഡ് ചെയ്താലേ നമുക്ക് എന്താവും? ടോട്ടൽ പൊട്ടൻഷ്യൽ ആവും. ഓക്കെ, അപ്പോൾ അതെത്ര? 1/4πε0 ഇൻറ്റു ആദ്യം കൊണ്ടുവന്ന ചാർജ് Q1 ആണ്. ഏത് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്.
അപ്പോൾ R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പൊട്ടൻഷ്യലോട് ആഡ് ചെയ്യും. ഓക്കെ, ഇനി വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് ഏതാ? Q2 അല്ലേ കൊണ്ടുവരിക. അപ്പോൾ Q2 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ V of R2 plus 1/4πε0 into Q1 by R12 into നമ്മൾ ആരാണ് കൊണ്ടുവരുന്ന ചാർജ്? Q2 അല്ലേ? Q2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് Q2 into V of R2 അല്ലേ പ്ലസ് 1/4πε0 into Q1 into Q2 by V of R12. ഓക്കെ, രണ്ടുകൂടെ എന്ത് ചെയ്തു? സോറി, Q2 നമ്മൾ എന്ത് ചെയ്തു? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ വർക്ക് ഡൺ ആണ് ഇവിടുത്തെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ വർക്ക് ഡൺ ആണ് നമുക്ക് ഏത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാർജ് കൊണ്ടുവന്നപ്പോൾ ഇത്ര എനർജി ഉണ്ടായിരുന്നു, ദെൻ സെക്കൻഡ് ചാർജ് കൊണ്ടുവന്നപ്പോൾ ഇത്ര എനർജി ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? U1 equal to U1 plus U2 രണ്ടുകൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കൂ, അപ്പോൾ Q1 into VR1 ഓക്കെ പ്ലസ് Q2 into VR2 ഉണ്ട് അല്ലെ, VR2 ഉണ്ട് പ്ലസ് ആദ്യത്തെ ചാർജ് കൊടുക്കുന്ന പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി ഉണ്ട് 1/4πε0 Q1 Q2 by എത്രയാണ്? R12 എന്ന് പറയുന്ന എനർജി ഉണ്ട്. അതാണ് സിസ്റ്റം ഓഫ് എത്ര ചാർജസിന്റെ? 2 ചാർജസിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് 2 ചാർജസിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ആദ്യം നോക്കാം. ഫസ്റ്റ് ചാർജ് കൊണ്ടുവരുമ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുക, അതാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഫസ്റ്റ് ചാർജ് കൊണ്ടുവരുമ്പോൾ Q1 ആണ്, Q1 into VR1 ആൻഡ് സെക്കൻഡ് ചാർജ് കൊണ്ടുവരുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന വർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് VR2 അല്ലെ, VR2 സോറി പൊട്ടൻഷ്യൽ VR2 ഉണ്ട്. അതുകൂടാതെ തന്നെ എന്തുകൊണ്ട്? അതുകൂടാതെ ഈ Q1 കൊടുക്കുന്ന പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പോൾ ആ രണ്ട് പൊട്ടൻഷ്യലോട് ആഡ് ചെയ്യണം. അപ്പോൾ മൊത്തം 3 ടൈം വരും. രണ്ട് ചാർജിന്റെ പൊട്ടൻഷ്യൽ ഇടുമ്പോൾ മൊത്തം 3 ടൈം വരും. ആദ്യത്തെ ചാർജ് കൊണ്ടുവരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ചാർജ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന പൊട്ടൻഷ്യലും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട്? പിന്നെ Q1 ആദ്യം കൊണ്ടുവന്ന ആൾ റിപ്പൽ ചെയ്യത്തില്ലേ, അയാൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 3 ടൈംസ് വരും നമുക്ക് പൊട്ടൻഷ്യൽ സിസ്റ്റം ഓഫ് ചാർജസിനകത്ത്. ടു ചാർജസ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് വരും? 3 ടൈം വരും. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ പറഞ്ഞത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് 2 ചാർജസ് നമ്മൾ എവിടേക്കാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു റീജിയനിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. നോക്കൂ, ഞാൻ ആദ്യം Q1 എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ ഒപ്പോസ് ചെയ്യാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വർക്ക് എത്രയായിരിക്കും? വർക്ക് എന്ന് പറയുന്നത് നമുക്ക് W1 എന്ന് പറയുന്നത് 0 നേടാം അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് വർക്ക് എന്ന് പറയുന്ന സാധനം 0 നേടാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനർജി എത്ര കിട്ടും? എനർജി എന്ന് പറയുന്നത് അത് നമുക്ക് 0 എന്ന് തന്നെ എഴുതാം അല്ലെ. എനർജി എന്ന് പറയുന്ന സാധനം 0 ആണ്. ഓക്കെ, ഇനി മറ്റൊരു ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരിക. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാർജ് Q2 എന്ന് പറഞ്ഞൊരു ചാർജ്. നമ്മളിപ്പോൾ Q1ന്റെ പൊസിഷൻ നമുക്ക് A എഴുതി. ഓക്കെ, ഇനി മറ്റൊരു ചാർജ് ബിയിലേക്ക് കൊണ്ടുവരുന്നു. മറ്റൊരു ചാർജ് എങ്ങോട്ട് കൊണ്ടുവരുന്നു? ബിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു വിചാരിക്കാം. ബിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യണം. കാരണം എന്താ? Q1 ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഇല്ലേ, ആ പൊട്ടൻഷ്യൽ ഇൻറ്റു Q2 അല്ലെ, ആ പൊട്ടൻഷ്യൽ ഇൻറ്റു Q2 ആകുമ്പോഴേ എന്ത് കിട്ടും? വർക്ക് കിട്ടും അല്ലെ. ആ പൊട്ടൻഷ്യൽ ഇൻറ്റു Q2 ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഓഫ് ആരുടെയാ? പൊട്ടൻഷ്യൽ ഓഫ് Q1 അല്ലെ, അറ്റ് എവിടെയാണ്? ബിയിലല്ലേ. അപ്പോൾ ബിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് വേണം. നമ്മൾ ഫസ്റ്റ് ചാർജിൽ നിന്ന് സെക്കൻഡ് ചാർജിലോട്ട് ആയതുകൊണ്ട് നമ്മൾ R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക V1 അല്ലെങ്കിൽ ഫസ്റ്റ് ചാർജിൻ്റെ V1 എടുക്കാം. ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു എത്രയാണ്? Q1 by R12 ആണ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി വർക്ക് കണ്ടുപിടിക്കാം. Q2 കൊണ്ടുവരാനുള്ള വർക്ക്, Q2 ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാനുള്ള വർക്ക് നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് Q2 ആണ് കൊണ്ടുവരുന്നത്. ഏത് പൊട്ടൻഷ്യലിലേക്കാണ് കൊണ്ടുവരുന്നത്? V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യലിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് Q2 ഇൻറ്റു എത്രയാണ്? 1/4πε0 ഇൻറ്റു Q1 by R12. നമുക്ക് Q2 അകത്തോട്ട് എഴുതാം. ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q1 Q2 by
R12 എന്ന് എഴുതാം. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എ പൊട്ടൻഷ്യൽ എനർജി. ഞാൻ U2 എന്ന് എഴുതിയതിന് കാരണം ഞാൻ ഇവിടെ U1 0 എന്ന് എഴുതിയുണ്ട്, U2 എന്ന് എഴുതിയത്, അല്ലെങ്കിൽ U എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്ര കിട്ടും? U1 പ്ലസ് U2 ദാറ്റ് ഈസ് 0 പ്ലസ് അത് തന്നെ അല്ലേ, 0 പ്ലസ് ഇത് ആഡ് ചെയ്താൽ പോലെ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര കിട്ടും? 1/4πε0 Q1 Q2 by R12 എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ യൂസ് ടു സിസ്റ്റം ഓഫ് എത്ര ചാർജസ് ആണ്? 2 ചാർജ് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by R12 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് 2 ചാർജസ് ആണ്. ഇതെന്താ? ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ പറയുന്നത്. പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യത്തെ ടോപ്പിക് പറഞ്ഞു. ഇത് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് 2 ചാർജസിന്റെ ഇത്രയാണെന്ന് നമുക്കറിയാം. ഇത് വെച്ച് നമുക്ക് സിസ്റ്റം ഓഫ് 3 ചാർജസിന്റെയും കൂടെ ചെയ്യാം അല്ലേ. ഓക്കെ, നമ്മൾ 3 ചാർജസ് സിസ്റ്റം ഇപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ളത് എന്താണ്? 2 ചാർജസ് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മുടെ കയ്യിൽ ഉണ്ട്. ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q1 Q2 by R12 എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 2 ചാർജസിനുണ്ട്. ഇനി അത് ആദ്യം തൊട്ട് ചെയ്യേണ്ട. 2 ചാർജസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 3 ചാർജസ് ആണെങ്കിൽ ഇപ്പോൾ 2 കൊണ്ട് ഒരെണ്ണം കൂടെ കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻഫിനിറ്റിയിൽ നിന്ന് അല്ലെ, ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇൻഫിനിറ്റിയിൽ നിന്ന് Q3 എന്ന് പറയുന്ന ഒരു ചാർജിനെ കൊണ്ടുവന്നു. ഓക്കെ, നമ്മൾ സിയിലേക്കാണ് കൊണ്ടുവന്നതെന്ന് വിചാരിക്കുക. സിയിലേക്കല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ സിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നോക്കൂ, നമുക്ക് സിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇയാളും റിപ്പൽ ചെയ്യും. അപ്പോൾ Q1നും അവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്, Q2നും പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ Q1നും പൊട്ടൻഷ്യൽ ഉണ്ട്, പിന്നെ ആർക്കുണ്ട്? Q2നും പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം 1ൽ നിന്ന് 3ലേക്ക് വേണ്ട R13 എന്നും Q2 ആകുമ്പോഴത്തേന് R23 എന്ന് എഴുതി അല്ലെ, ഡിസ്റ്റൻസ് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സി, നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് എവിടെയാ? സിയിലെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ Q1ന്റെ പൊട്ടൻഷ്യൽ, ആദ്യം Q1ന്റെ പൊട്ടൻഷ്യൽ എഴുതാം. ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q1 ബൈ ഡിസ്റ്റൻസ് എത്രയാ? R12 അല്ലെ, R12 ആണ് ഡിസ്റ്റൻസ്, സോറി 13 ആണ് ഡിസ്റ്റൻസ്, 3ലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. പ്ലസ് രണ്ടാമത്തത് 1/4πε0 Q2നും അവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്. Q2 റിപ്പൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും അല്ലെ. Q2നും അവിടെ ഫീൽഡ് ഉണ്ട്, അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ദാറ്റ് ഈസ് Q2 ബൈ ഡിസ്റ്റൻസ് എത്ര? R23, 2ൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ സിയിലെ പൊട്ടൻഷ്യൽ ഇതാണ്. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നമുക്ക് Q3നെ കൊണ്ടുവരുന്നു ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് സി അല്ലേ. പൊട്ടൻഷ്യൽ അറ്റ് സി ആണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് Q3 ഇൻറ്റു 1/4πε0 ഇൻറ്റു Q1 ബൈ R13 അല്ലെ ഒന്നാമത്തത്, പ്ലസ് 1/4πε0 ഇൻറ്റു Q2 ബൈ R23 ഉണ്ട് അല്ലെ. Q2 ബൈ R23 ഉണ്ട്. Q3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 ഇൻറ്റു Q1 Q3 ബൈ R13 പ്ലസ് 1/4πε0 ഇൻറ്റു Q2 ബൈ R23 ഉണ്ട്. നോക്കൂ, ഇത് മാത്രമാണോ? അല്ല. നമ്മൾ ആദ്യം സിസ്റ്റം ഓഫ് 3 ചാർജസ് എന്ന് പറഞ്ഞാൽ 2 ചാർജിനെ രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവന്നാലും മൂന്നാമത്തെ ചാർജ് ആവാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്തായിട്ട് എനർജി ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. നോക്കൂ, നമുക്ക് 2 ചാർജസിന്റെ എത്ര ഉണ്ടായിരുന്നു? 1/4πε0 Q1 Q2 ബൈ R12 ഉണ്ടായിരുന്നു 2 ചാർജസിന്റെ. ഒരു ചാർജിനെയും കൂടെ കൊണ്ടുവന്നപ്പോൾ ഇത്രയും കൂടെ എനർജി നമുക്ക് അവിടെ ആയത്, ഇത്രയും കൂടെ എനർജി അവിടെ ആയത് അല്ലെ, എത്രയും വർക്ക് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വന്നത് അവിടെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി എത്ര കണ്ടുപിടിക്കും? ടോട്ടൽ ഞാൻ നമുക്കിവിടെ വേണമെങ്കിൽ വെറുതെ U1 കൊടുക്കാം, ഈ U2 കൊടുക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കത്തില്ലേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് U1 പ്ലസ് എത്രയാണ്? U2 ആണ് അല്ലെ. അപ്പോൾ നമുക്ക് 1/4πε0 ഇൻറ്റു ആദ്യത്തത് Q1 Q2 ബൈ R12 അല്ലെ, പ്ലസ് നമുക്കിപ്പോൾ കിട്ടിയത് 1/4πε0 ഇൻറ്റു Q1 Q3 ബൈ R13 എന്ന് കിട്ടി, പ്ലസ് 1/4πε0 ഇൻറ്റു Q2, അവിടെ Q3 എഴുതാൻ കിട്ടുന്നതാണ്, Q2 Q3 ബൈ എത്രയാണ്? R23 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഇത്രയാണ്. സിസ്റ്റം ഓഫ് എത്ര ചാർജസിന്റെ? 3 ചാർജസിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്കൊരു 1/4πε0 വേണം കോമൺ എടുത്തിട്ട് എഴുതാൻ പറ്റും. എഴുതാൻ വളരെ എളുപ്പം. Q1 Q2 ബൈ Q1 Q2 ആണെങ്കിൽ R12, Q1 Q3 ആണെങ്കിൽ R13, Q2 Q3 ആണെങ്കിൽ R23. അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് ആലോചിച്ച് നോക്കുക. Q1നെ കൊണ്ടുവന്നു, Q2നെ കൊണ്ടുവന്നു, സിസ്റ്റം ഓഫ് 2 ചാർജസ് ആയി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു ചാർജിനെ Q3നെ ഇൻഫിനിറ്റിനാണ് കൊണ്ടുവന്നത്. നമുക്ക് ഇൻഫിനിറ്റിനെ കൊണ്ടുവന്നപ്പോൾ ആ പാത്ത് ഞാൻ വളച്ചൊക്കെ വരച്ചേക്കുന്നത്. കാരണം നമുക്ക് ഏത് പാത്തിൽ കൂടെ കൊണ്ടുവരാം. വർക്ക് എന്ന് പറയുന്ന ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഏത് പാത്തിൽ കൂടെ വന്നത് നമുക്ക് പ്രശ്നമില്ല, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ Q3നെ കൊണ്ടുവന്നപ്പോൾ Q1നും പൊട്ടൻഷ്യൽ ഉണ്ട്, Q2നും പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ ആദ്യം ടോട്ടൽ പൊട്ടൻഷ്യൽ അവിടുത്തെ എഴുതി. സി എന്ന് പറയുന്ന പോയില്ല
ടോട്ടൽ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതി. ടോട്ടൽ പൊട്ടൻഷ്യൽ ഇൻറ്റു നിങ്ങൾക്ക് വർക്ക് കണ്ടുപിടിക്കണ അറിയാവുന്ന കാര്യമാണ്. പൊട്ടൻഷ്യൽ ഇൻറ്റു എന്താണ് കൊണ്ടുവരുന്ന ചാർജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കൂ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2 ടേം കിട്ടി. 2 ടേം കിട്ടി. പിന്നെ ആദ്യത്തെ എനർജിയും ഈ എനർജിയും കൂടെ കൂട്ടുമ്പോഴാണ് 3 ചാർജിൻ്റെയും ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ടോപ്പിക്. ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടുക, രണ്ടും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഇരിക്കുന്ന ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്, റൊട്ടേറ്റിംഗ് ദ ഡൈപോൾ. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പഴയതുപോലെ വരയ്ക്കാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ E ആണ്. അപ്പോൾ ഒരു ഡൈപോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇരിക്കുന്നു. ഡൈപോൾ അറിയാം, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് അല്ലേ. അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജാണ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇരിക്കും. അപ്പോൾ θ1 എന്ന് പറയുന്ന ആംഗിൾ ഇരിക്കുമെന്ന് വിചാരിക്കാം. അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താകണം, റൊട്ടേറ്റ് ചെയ്തിട്ട് θ2 ആംഗിൾ ആക്കണം എന്ന് വിചാരിക്കാം. θ2 എന്ന് പറയുന്ന ആംഗിളിൽ ആക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്യണമെന്നാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ ആകുമ്പോൾ നമുക്ക് ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയണം, നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി സൈൻ തീറ്റ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, പി സൈൻ തീറ്റ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുന്ന സാധനം പി സൈൻ തീറ്റ ആണ്. അപ്പോൾ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടുന്ന വർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു ഡി തീറ്റ. ഡി തീറ്റ എന്ന് പറയുന്നത് സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ വർക്ക് ടോർക്ക് ഇൻറ്റു ഡി തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പഴയതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ഇതെല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്തെടുക്കുക. ആഡ് ചെയ്യുന്നതിന് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്യും. അപ്പോൾ ടോ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, തീറ്റ ഞാൻ ആദ്യം പറഞ്ഞു θ1 നിന്ന് θ2 റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ θ1 ടു എത്രയാണ്, θ2 റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈപോളിന്റെ വർക്ക് ആണ് കണ്ടുപിടിക്കുന്നത്, θ1 നിന്ന് θ2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഓഫ് θ1 ടു θ2. അപ്പോൾ നമുക്ക് ടോർക്കിന്റെ വാല്യൂ ഉണ്ട് പി സൈൻ തീറ്റ അല്ലെ, പി സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള വാല്യൂ ഉണ്ട്. പി സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. നോക്കൂ, സൈനിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, സൈനിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ പറയുന്നത് മൈനസ് കോസ് തീറ്റ അല്ലേ. സൈൻ തീറ്റയുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പിയും ഇയും കോൺസ്റ്റന്റ് ആണ്. സൈൻ തീറ്റയുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ വിത്തിൻ ദ ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ, θ1 ടു θ2 ആണ് വിത്തിൻ ദ ലിമിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടും, നമുക്ക് പി ഇൻറ്റു നമ്മൾ ആദ്യം മൈനസോടെ പുറത്തേക്കാണ്. ആ കോസ് തീറ്റയ്ക്ക് നമ്മൾ എന്തോ ചെയ്ത് ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് കോസ് θ2 മൈനസ് കോസ് θ1 എന്ന് കൊടുക്കുന്നു. ആദ്യം അവിടെ അപ്പർ ലിമിറ്റ്, രണ്ടാമത്തെ എവിടെ എന്ത് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ കോസ് θ2 മൈനസ് കോസ് θ1 നമ്മൾ അകത്തോട്ടൊരു മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പി ഇൻറ്റു എത്ര കിട്ടും, കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ കിട്ടി. നോക്കൂ, നമുക്ക് θ1 0 എന്ന് എടുക്കാം. θ1 0 എന്ന് പറഞ്ഞാൽ ഡൈപോൾ സ്റ്റേബിൾ പൊസിഷൻ ആണ്, ദാറ്റ് ഈസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ θ1 നമ്മൾ എന്ത് എടുക്കുന്നു, θ1 0 എന്നും θ2 നമ്മൾ എന്ത് എടുക്കുന്നു, θ2 തീറ്റ എന്ന് എടുക്കുന്നുവാണെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, പി ഇൻറ്റു കോസ് 0 അല്ലെ, കോസ് 0 മൈനസ് കോസ് θ2 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ നമുക്ക് പി ഇൻറ്റു കോസ് 0 1 ആയിട്ട് 1 മൈനസ് θ2 അല്ല, നമ്മൾ തീറ്റയിലെ കൊടുത്തത് കോസ് തീറ്റ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ കിട്ടുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 1 മൈനസ് കോസ് തീറ്റ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമ്മൾ എന്താണ് വർക്ക് ഡൺ ഫോർ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ ഡൈപോൾ. നമ്മൾ ഒരു ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡൈപോളിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വേണം. നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ല, റൊട്ടേഷൻ മോഷൻ നമ്മൾ ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുക. അപ്പോൾ നമുക്ക് ടോർക്ക് എത്രയാ, പി സൈൻ തീറ്റ എന്നറിയാം. പി ഡൈപോൾ മൂവ്മെന്റും ഈ ഇലക്ട്രിക് ഫീൽഡും ആണ്, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു സ്മോൾ വർക്ക് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ഡി തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് ടോ ഇൻറ്റു ഡി തീറ്റ ആണ്. അപ്പോൾ ടോ ഇൻറ്റു ഡി തീറ്റ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ θ1 θ2 റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് എടുത്തിട്ട് പിന്നെ ഇന്റഗ്രേഷൻ ആണ്.
ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി സൈൻ തീറ്റ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡി തീറ്റ, എന്നിട്ട് സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് കോസ് തീറ്റ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലിമിറ്റൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2, മൈനസ് അതിനകത്തോട്ട് കയറുമ്പോഴാണ് തിരിയുന്നത്. കോസ് തീറ്റ 1 മൈനസ് എത്ര കിട്ടും? കോസ് തീറ്റ 2 എന്ന് കിട്ടും. ഓക്കെ, തീറ്റ 1 നമുക്ക് 0 എന്നും തീറ്റ 2 നമുക്ക് എന്ത് കൊടുക്കും? തീറ്റ എന്നും കൊടുക്കാം. അപ്പോൾ W ഈക്വൽ ടു പി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് 0 മൈനസ് കോസ് തീറ്റ. കോസ് 0 എത്രയാണെന്നറിയാം? കോസ് 0 1 ആണെന്നറിയാം. ദാറ്റ് ഈസ് പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സ്പെഷ്യൽ കേസസ് ആണ്. അപ്പോൾ സ്പെഷ്യൽ കേസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര കിട്ടി? വർക്കിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പി ഇൻറ്റു എത്രയാണ്? 1 മൈനസ് കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഓക്കെ, ആദ്യത്തെ കേസ്, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് തീറ്റ ഈക്വൽ ടു എത്ര ഡിഗ്രി? 0 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വർക്ക് എത്ര കിട്ടും നോക്കാം. വർക്ക് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 മൈനസ് കോസ് 0. ഓക്കെ, കോസ് 0 1 ആയതുകൊണ്ട് തന്നെ പി ഇൻറ്റു 1 മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. നമുക്കറിയാം ആദ്യമേ എവിടെ ഇരിക്കുക? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തീറ്റ 1 എന്തിട്ട് കൊടുത്തത്? 0 ഇട്ട് കൊടുത്തത്. അപ്പോൾ 0ൽ നിന്ന് 0യിലോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വർക്ക് എത്ര വരും? വർക്ക് എന്ന് പറയുന്ന സാധനം 0 വരും. 0 ആംഗിളിൽ നിന്ന് പിന്നെ 0 ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യണം. വർക്ക് എത്ര വരും? 0 വരും. അതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം പി ഇൻറ്റു എന്താണ്? കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 ആണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലേ. നമ്മളിവിടെ ഇക്വേഷൻ എടുത്ത് തന്നെ തീറ്റ 1 എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഡൈപോൾ പാരലൽ ടു ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ എടുത്തത് അല്ലേ. അങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ എന്താണ്? തീറ്റ 1 എന്ന് പറയുന്നത് 0 നമ്മൾ എടുത്തിട്ട് ആണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വന്നത്. ഇനി നമ്മൾ തീറ്റ എന്ന് പറയുന്നത് എത്ര? 0 എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ 0 നിന്ന് 0യിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുക. 0 നിന്ന് 0യിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്താൽ വർക്ക് വേണ്ട. വർക്ക് എത്ര കിട്ടും? വർക്ക് 0 കിട്ടും. അതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ പാരലായിട്ടിരിക്കുന്ന ഡൈപോളിനെ അല്ലെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് എങ്ങനെ കൊണ്ടുവരണം? പെർപെൻഡിക്കുലർ ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ കൊടുക്കാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്ര കിട്ടും? പി ഇൻറ്റു 1 മൈനസ് കോസ് 90. കോസ് 90യുടെ വാല്യൂ അറിയാം. കോസ് 90 0 ആയതുകൊണ്ട് തന്നെ പി ഇൻറ്റു 1 മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് പി എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട എത്ര വരും? പി വർക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, ആദ്യം നമ്മൾ ഇവിടെ എന്താ 0യിൽ ഇരുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര വർക്ക്? പി എന്ന് പറയുന്ന വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പി എന്ന് പറയുന്ന വർക്ക് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് കേസ്. അതായത് തീറ്റ എന്ന് പറയുന്നത് എവിടെ ഇരുന്നു? പാരലായിട്ടിരിക്കുന്ന സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സംഭവം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്ത് പെർപെൻഡിക്കുലർ ആക്കുമ്പോഴുള്ള വർക്കാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, തീറ്റ എത്ര ഡിഗ്രി ആണ്? 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, തീറ്റ 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് ഇനി റൊട്ടേറ്റ് ചെയ്യേണ്ട കൂടാ സ്റ്റേബിൾ ഇക്വിലിബ്രിയം തീറ്റ 0യിൽ നിന്ന് തീറ്റ 180യിലേക്ക് നമുക്ക് കൊണ്ടുപോകണം അല്ലേ. തീറ്റ 0യിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകണം? തീറ്റ 180യിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ നോക്കാം, നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, പി ഇൻറ്റു എത്രയാണ്? 1 മൈനസ് കോസ് 180. ഓക്കെ, ഈ കോസ് 180 എന്ന് വെച്ചാൽ -1 ആണ്. അപ്പോൾ എത്ര വരും? 1 മൈനസ് -1 ദാറ്റ് ഈസ് 2 അല്ലെ. 2p എന്ന് വരും ആണല്ലോ. 2p എന്ന് വരും. അപ്പോൾ നോക്കുക, 2p അല്ലേ മാക്സിമം വർക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർക്ക് എത്ര? 0 എന്ന് കൊണ്ടുവരാൻ നമുക്ക് പാരലായിട്ട് വെക്കുമ്പോൾ വർക്കൊന്നും ചെയ്യേണ്ട അല്ലേ. തീറ്റയിൽ കൊണ്ട് അവിടെ തന്നെ വെക്കാൻ വർക്കൊന്നും ചെയ്യേണ്ട. പെർപെൻഡിക്കുലർ ആണ് പി വർക്ക് ചെയ്യണം. ഇനി ആന്റി പാരലൽ ആകുമ്പോൾ വർക്ക് എത്ര ചെയ്യണം? 2p എന്ന് പറയുന്ന വർക്ക് ചെയ്യണം. അപ്പോൾ ആ 2pയുടെ പ്രത്യേകത, അതായത് ആന്റി പാരലായിട്ട് ഇരിക്കുമ്പോൾ പ്രത്യേകത, അതായത് പാരലായിട്ട് ഇരിക്കുന്ന ഒരു ഡൈപോളിനെ, ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് ഇരിക്കുന്ന ഒരു ഡൈപോളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആന്റി പാരലൽ ആക്കണമെങ്കിൽ നമ്മളവിടെ മാക്സിമം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം എനർജി എവിടെ തന്നെ ആയിരിക്കും? അവിടെ തന്നെ ആയിരിക്കും. ആന്റി പാരലൽ ആയിരിക്കും. നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം എനർജി ആന്റി പാരലൽ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ആണ് നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്കാണ്, ഉപയോഗിക്കേണ്ട വർക്കാണ് നമ്മൾ പറയുന്നത്. വർക്ക് ഈക്വൽ ടു പി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 അല്ലെങ്കിൽ അഗൈൻ പി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. അതിനകത്ത് 3 കേസ് നമ്മൾ പറഞ്ഞു. ഒന്ന് 0 ആവുന്ന കേസ്, 2 പെർപെൻഡിക്കുലർ ആക്കുന്ന കേസ്, അതായത് ഡൈപോളിനെ പെർപെൻഡിക്കുലർ 90 എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആവുന്ന കേസ്. മൂന്നാമത്തത് ആന്റി പാരലൽ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാക്കുന്ന മൂന്നാമത്തെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡെറിവേഷൻ അതാണ് മൂന്നാമത്തെ കേസ്. അപ്പോൾ ആ ഡെറിവേഷൻ തീർന്നിരിക്കും എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഒരു ഡൈപോളിന് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ്, ഓരോ പൊസിഷനിൽ ഇരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഡൈപോള് എന്ന് പറയുന്ന സാധനം അറിയാം. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പാരലായിട്ട് വെക്കുവാണ്. ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ സ്റ്റേബിൾ പൊസിഷൻ അവിടെ നമുക്ക് മിനിമം എനർജി ആയിരിക്കും. അതാണ് സ്റ്റേബിൾ ആയിട്ടായിരിക്കുന്നത്, മിനിമം എനർജി ആയിരിക്കും. ആ എനർജിയെ നമുക്ക് ഇനിഷ്യൽ എനർജിയെ നമുക്ക് U0 എന്ന് പറയുന്നത് -P എന്ന് എടുക്കാം, മിനിമം എനർജി എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഇതേ ഡൈപോളിനെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു വർക്ക് വെച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ മറ്റൊരു പൊസിഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ആ ഇനിഷ്യലുള്ള എനർജി പ്ലസ് എന്താണ് നമ്മൾ ചെയ്യുന്ന വർക്ക് ആണല്ലോ. ഇനിഷ്യലുള്ള എനർജി പ്ലസ് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ U0 എന്ന് പറയുന്നത് -P, വർക്കിംഗ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു, ദാറ്റ് ഈസ് P × 1 - cos θ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ഒരു മിനിമം എനർജി ഉണ്ടെന്ന് നമ്മൾ കൺവെൻസിന് വേണ്ടി നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, കൺവെൻസിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ് U0 = -P. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേബിൾ പൊസിഷനിൽ എനർജി ഏറ്റവും മിനിമം എനർജിയാണ് എടുക്കുന്നു, ദാറ്റ് ഈസ് -P എന്ന് പറയുന്ന എനർജി ആണെന്ന് നമ്മൾ എടുക്കുകയാണ്. ഇനി ആ -P ഇരിക്കുന്ന എനർജി എന്ത് ചെയ്യുന്നു? -P ഇരിക്കുന്ന എനർജി -P എനർജി ഉള്ള സാധനത്തെ നമ്മളൊരു വർക്ക് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി എത്ര ആവുന്നു? U ആവുന്നു എന്ന് വിചാരിക്കുക. U0 ഉള്ളത് U ആവുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് P പ്ലസ് P ആകുമ്പോൾ P എന്ന് വരും അല്ലെ. P × 1 P, ദാറ്റ് ഈസ് P × cos θ മൂന്നാമത്തെ ടൈം എന്ന് വരും. പ്ലസ് P - P നമുക്ക് അടിച്ചു കളയാം. ബാക്കി എത്ര വരും? -P cos θ എന്ന് വരും. നമുക്ക് ഏത് എനർജി എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്തേ? ആദ്യം നമ്മൾ ഈ സ്റ്റേബിൾ പൊസിഷനിലെ എനർജി എത്രയാണെന്ന് എടുത്തു, എനർജി മിനിമം ആണെന്ന് എടുത്തു. അത് നമ്മൾ P നമ്മൾ എടുക്കുന്നു. ദെൻ ഒരു വർക്ക് ചെയ്താൽ ആ വർക്കല്ലേ എനർജി ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേബിൾ പൊസിഷനിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന എനർജി അല്ലെ, ആ പൊസിഷനിൽ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് P × 1 - cos θ എന്ന് എടുക്കുന്നത്. P × 1 - cos θ എന്ന് എടുത്തിട്ട് അതൊന്ന് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കിട്ടും. ആഡ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് U = -P എത്ര കിട്ടും? -P cos θ എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഓരോ പൊസിഷനിലുള്ള പൊട്ടൻഷ്യലിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെ കേസ് ഇഫ് θ = എത്ര ഡിഗ്രി? 0 ഡിഗ്രി. θ 0 ഡിഗ്രി ആണ് പൊട്ടൻഷ്യൽ നോക്കാം. ദാറ്റ് ഈസ് -P cos എത്ര കിട്ടും? cos 0 1 ആയതുകൊണ്ട് -P എന്ന് കിട്ടും. ദാറ്റ് ഈസ് സ്റ്റേബിൾ പൊസിഷൻ ആയതല്ലേ, സ്റ്റേബിൾ പൊസിഷൻ അല്ലേ, സ്റ്റേബിൾ പൊസിഷൻ ആണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ അവിടുത്തെ എനർജി എന്തായിരിക്കും? മിനിമം എനർജി ആയിരിക്കും അല്ലെ, മിനിമം എനർജി ആയിരിക്കും. ഓക്കെ, മിനിമം എനർജി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ θ = 90 ഡിഗ്രി. അതായത് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ എനർജി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ U = -P × cos 90. cos 90 എത്രയാണ്? cos 90 എന്ന് പറയുന്നത് എത്രയാണ്? cos 90 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എനർജി എത്ര കിട്ടും? പൊട്ടൻഷ്യൽ എത്ര കിട്ടും? 0 പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് ഇഫ് θ = 180 ഡിഗ്രി. θ 180 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് U = -P × cos എത്രയാണ്? 180 അല്ലെ. cos 180 -1 അല്ലെ. ദാറ്റ് ഈസ് -P × -1, ദാറ്റ് ഈസ് +P എന്ന് കിട്ടും അല്ലെ. അപ്പോൾ മാക്സിമം എനർജി എവിടെയാണ്? മാക്സിമം എനർജി ആന്റി പാരലൽ ആകുമ്പോഴാണ് കിട്ടുന്നത് അല്ലെ, ആന്റി പാരലൽ ആകുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡിന് ആന്റി പാരലൽ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം എനർജി കിട്ടുന്നത്. മിനിമം എനർജി സ്റ്റേബിൾ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാമെങ്കിൽ ദിസ് ഈസ് കോൾഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ പാരലൽ ആകുമ്പോൾ എനർജി മിനിമം എനർജിയാണ്, ദാറ്റ് ഈസ് -P. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എനർജി എത്ര ആവും? പെർപെൻഡിക്കുലർ ആകുമ്പോൾ എനർജി 0 വരും. ദെൻ ആന്റി പാരലൽ ആകുമ്പോൾ മാക്സിമം എനർജി വരും. ഓക്കെ, ആ പൊസിഷനിൽ നമുക്ക് എന്ത് വരും? മാക്സിമം എനർജി വരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താ എക്സ്പാൻഷൻ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിലവിലുള്ള പൊസിഷനിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് സിസ്റ്റം ഓഫ് ചാർജസിനെ, ഒരുപാട് ചാർജസിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ടോട്ടൽ വർക്കാണ് അവിടെ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അത് അതിനകത്ത് നമ്മൾ പോകാൻ പോകുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ പോയ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ 2 ചാർജ് സിസ്റ്റത്തിൻ്റെയും 3 ചാർജ് സിസ്റ്റം
സിംഗിൾ ചാർജ് സിസ്റ്റത്തിൻ്റെയും 2 ചാർജ് സിസ്റ്റത്തിനെയും കണ്ടു. ഇനി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ 2 ചാർജ് സിസ്റ്റവും 3 ചാർജ് സിസ്റ്റവും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് ഡൺ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡിൽ എത്രമാത്രം എനർജി ഉണ്ടാകുന്നു, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. പല പൊസിഷനിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത്രയായിരുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ബൈ.